മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും അധികം കാർന്നു തിന്നുന്ന ഒരു വിഷയമാണ്. നാം പലതിനെയും ഓർത്ത് വിചാരപ്പെടുന്നവരാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കുടുംബകാര്യം, ജോലിക്കാര്യം, ഭാവിയുടെ വിഷയങ്ങളൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും വിചാരപ്പെടാറുണ്ട്. വിചാരപ്പെടുന്നവർ എന്ത് ചെയ്യുന്നറിയാമോ? നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുവാനിടയുണ്ട്. ചിലർ ചിന്തിക്കും, എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാനായിട്ട് കഴിയുമെന്ന്. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയ ലേഖനത്തിൽ അതിന്റെ 4:7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടരുത് എന്നുള്ളതാണ്. സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തെ അറിയിക്കുക. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിചാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? വിചാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു പ്രാർത്ഥന ലൈഫ് ഇല്ല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിചാരപ്പെടുവാനുള്ളതായ സമയമില്ല. കാരണം അവന്റെ വിചാരങ്ങളും അവന്റെ ചിന്തകളെയും അവൻ പൂർണ്ണമായിട്ടും ദൈവത്തിങ്കിലേക്ക് പരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാട്ടെ. നിങ്ങളുടെ വിചാരങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ നിങ്ങളെ പുലർത്തുവാൻ ശക്തനാണ്. നിങ്ങളുടെ വിചാരങ്ങളെ അവൻ അകറ്റുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.